വെൽക്കം ടു സിൻസീസ് കിച്ചൺ. ഇന്ന് നമ്മൾ പ്രിപ്പയർ ചെയ്യാൻ പോകുന്നത് മസാലക്കപ്പലണ്ടിയാണ്. 4 മിനിറ്റ് കൊണ്ട് മസാലക്കപ്പലണ്ടി എങ്ങനെ ടേസ്റ്റിയായി പ്രിപ്പയർ ചെയ്തെടുക്കാൻ നമുക്ക് നോക്കാം. ഞാനിവിടെ കുറച്ച് വറുത്ത കപ്പലണ്ടി എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഇഞ്ചി, വെളുത്തുള്ളി, കറിവേപ്പില ഇത് മൂന്നും കൂടെ പേസ്റ്റ് ആക്കി ഇട്ട് കൊടുക്കുന്നുണ്ട് 1 സ്പൂൺ. എന്നിട്ട് ഒരു നുള്ളു മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒരു ടീസ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. കുറച്ച് ഉപ്പ്, ആവശ്യത്തിന് ഉപ്പ്, നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് നന്നായിട്ട് കൈ കൊണ്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ആ പേസ്റ്റിൻ്റെ ആ ഒരു നനവും ടേസ്റ്റുമൊക്കെ അതിലേക്ക് പിടിക്കുന്ന രീതിയിൽ നന്നായിട്ട് മിക്സ് ചെയ്യുക. എന്നിട്ട് കുറച്ച് പെരിഞ്ജീരകം പൊടിച്ചതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ കറിവേപ്പില. എന്നിട്ട് വീണ്ടും ഒന്നുകൂടെ മിക്സ് ചെയ്യുക. അപ്പോഴത്തേക്ക് ആ ഉപ്പൊക്കെ അതിലേക്ക് നന്നായിട്ട് പിടിക്കും. ഇനി നമ്മളൊരു കുറച്ച് ഒരു 1-2 സ്പൂൺ വെള്ളം ഒഴിച്ച് അതൊന്നുകൂടെ ഒന്ന് കുതിർക്കുന്ന പരുവത്തിൽ ഒന്ന് നനച്ചെടുക്കുക. നന്നായിട്ട് മിക്സ് ചെയ്ത് ആ ഇട്ട പൊടിയൊക്കെ അതിലേക്കൊന്ന് പിടിക്കുന്ന രീതിയിൽ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. എന്നിട്ട് 2 സ്പൂൺ കടലമാവ് ഇട്ട് കൊടുക്കുക. ഒരു സ്പൂൺ അരിപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പുട്ടുപൊടിയാണ് എടുത്തേക്കുന്നത്, അപ്പോൾ ഒരു തരിതരിപ്പ് കാണും. പിന്നെ ഒരു സ്പൂൺ കോൺഫ്ലവറും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നല്ല ക്രിസ്പി ആയിട്ടിരിക്കാൻ വേണ്ടിയാണ് അത് ചേർത്ത് കൊടുക്കുന്നത്. ഇത് നന്നായിട്ട് മിക്സ് ചെയ്യുക. നമ്മൾ അരിപ്പൊടി ചേർത്തിട്ടുള്ളത് കൊണ്ട് പശ പോലെ ആവത്തില്ല. അല്ലെങ്കിൽ നമ്മൾ കടലമാവ് എടുക്കുമ്പോൾ ഭയങ്കര പശ പശ പോലെ ആയിപ്പോവും. അതുകൊണ്ട് അരിപ്പൊടി ഇട്ട് കൊടുത്താൽ നന്നായിട്ട് കയ്യെ പറ്റാതൊക്കെ കിട്ടും. ഇനി കുറച്ച് കായപ്പൊടി ചേർക്കുന്നുണ്ട്. ഇനി ഇത് ചേർത്ത് കഴിയുമ്പോൾ കുറച്ച് കളർ കുറവാന്ന് തോന്നിയാൽ കുറച്ചുകൂടെ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് വീണ്ടും ഒന്നുകൂടെ മിക്സ് ചെയ്തെടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്യുക. ആ പൊടി എല്ലാ ഭാഗത്തേക്കും എത്തണം. ഇതിന് വേണ്ടിയാണ് നന്നായിട്ട് മിക്സ് ചെയ്യണം. ഇതൊരു 2-3 മിനിറ്റ് വെച്ചിട്ട് നമുക്ക് വറുത്തെടുക്കാം. ഇപ്പോൾ എണ്ണ ചൂടായിട്ടുണ്ട്. ഒരു 3-4 മിനിറ്റ് ഞാൻ കപ്പലണ്ടി റെസ്റ്റ് ചെയ്യാൻ വെച്ചു. ഇനി വറുത്തെടുക്കുകയാണ്. അധികം നേരം കിടക്കണമെന്നില്ല. ഓൾറെഡി വറുത്ത കപ്പലണ്ടി ആയതുകൊണ്ട് ഒരു 2-3 മിനിറ്റിൽ മീഡിയം ഫ്ലെയിമിലിട്ട് നമുക്ക് വറുത്തെടുക്കാം. ഞാൻ എല്ലാം വറുത്ത് വെച്ചേപ്പുണ്ട്. നല്ല ക്രിസ്പി ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു സ്പൂൺ മുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഉപ്പ് കുറവാണെന്ന് തോന്നിയാൽ കുറച്ച് ഉപ്പും കൂടെ ചേർത്തെടുക്കാവുന്നതാണ്. അപ്പം ഇതിനാവശ്യത്തിന് ഉപ്പുണ്ട്, അതുകൊണ്ട് ഞാൻ ഉപ്പ് ചേർക്കുന്നില്ല. മുളക് പൊടി മാത്രം ചേർത്ത് മിക്സ് ചെയ്തെടുക്കുകയാണ്. കുറച്ച് കറിവേപ്പിലയും കൂടെ ഞാൻ വറുത്തിട്ടിട്ടുണ്ടായിരുന്നു. ഇനി നമുക്ക് പ്ലേറ്റിലേക്ക് മാറ്റാം. നല്ല റെഡി ആയിട്ടിരിക്കുന്നുണ്ട്. മസാലക്കപ്പലണ്ടി നല്ല ടേസ്റ്റിയാണ്. മഴയത്തൊക്കെ കഴിച്ചുകൊണ്ടിരിക്കാൻ പറ്റിയ ഒരു ഐറ്റമാണ്. എല്ലാവരും തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. താങ്ക്സ് ഫോർ വാച്ചിങ്. ഇനി ഞാൻ ടേസ്റ്റ് നോക്കാൻ ഒരാളെ ഇവിടെ നിർത്തിയിട്ടുണ്ട്. അപ്പം നമുക്ക് അയാളുടെ കയ്യിൽ കൊടുത്ത് ടേസ്റ്റും കൂടെ നോക്കിയിട്ട് പുള്ളിയുടെ അഭിപ്രായം കൂടെ കേൾക്കാം. എങ്ങനെയുണ്ട്? സൂപ്പർ ശേഷം ആണോ?